നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അവയവക്കടത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. അവയവക്കടത്തിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് സബിത്തിന്റെ മൊഴി. അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ. കണ്ണൂരിലെ ഇടനിലക്കാരൻ ബെന്നി 50ഓളം പേരെ അവയവക്കടത്തിനിരയാക്കിയതായി സൂചന. ഡൽഹിയിൽ ആശുപത്രിയിൽ തീപിടുത്തം. 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 5 പേർ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ. ദാരുണ സംഭവം ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാർ ഭാഗത്ത്. ബാർക്കോഴയിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച്. അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമയുടെയും മൊഴിയെടുക്കും. സന്ദേശം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാരെന്നും അന്വേഷിക്കും. സംസ്ഥാനത്തെ വേനൽ മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ റമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. സംസ്ഥാനത്തെ ജൂൺ 10 മുതൽ ട്രോളിംഗ് നിരോധനം. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ തിളക്കം. പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇൻ ഗ്രാൻഡ് പ്രീ പുരസ്കാരം. മലയാളത്തിന് അഭിമാനമായി കനി കുസൃതിയും ദിവ്യപ്രഭയും. ഛായാഗ്രഹണ മികവിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങി സന്തോഷ് ശിവൻ. IPL-ൽ ഇന്ന് കലാശ പോരാട്ടം. കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചെപ്പോക്കിൽ. വിശദമായ വാർത്തകളിലേക്ക്.